ശബരിമലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സദാ ജാഗരൂകരാണ് അഗ്നിരക്ഷാസേന. സന്നിധാനത്ത് വിവിധ പോയിന്റുകളിലായി അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാൻ 24 മണിക്കൂറും സജ്ജരാണ് ഉദ്യോഗസ്ഥർ. സന്നിധാനത്ത് 10 പോയിന്റുകളിലായി 24 മണിക്കൂറും ജാഗരൂകരാണ് അഗ്നിരക്ഷാസേന. തീപിടുത്തമുണ്ടായെന്ന അറിയിപ്പുകൾ കുറവാണെങ്കിലും വിവിധയിടങ്ങളിൽ തീർത്ഥാടകർ കൊഴിഞ്ഞു വീണെന്ന അറിയിപ്പുകളാണ് സേനയ്ക്ക് കൂടുതലും ലഭിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്ന് തീർത്ഥാടകരെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും ഇടപെട്ട് സേവനം നടത്തിവരികയാണ് അഗ്നിരക്ഷാസേന. 2024 മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് ഫയർ സർവീസിന്റെ 3ാമത്തെ ബേസ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നിലവിൽ 75 അഗ്നിരക്ഷാ വകുപ്പ് ജീവനക്കാരും 10 സിവിൽ ഡിഫൻസും ഒരു ഹോം ഗാർഡും ഉൾപ്പെടെ 87ഓളം പേരാണ് ഇവിടെ നിലവിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. സന്നിധാനത്തിന്റെ വിവിധ പോയിന്റുകളിൽ ഈ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു അടിയന്തര സാഹചര്യങ്ങളിലും ഇടപെട്ട് അഗ്നിരക്ഷാ വകുപ്പ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. കൂടാതെ സുരക്ഷാ പരിശോധനകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും ഈ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതോടൊപ്പം സോപാനത്ത് നമ്മുടെ ജീവനക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഉണ്ടാകുന്ന ഏതൊരു അടിയന്തര സാഹചര്യങ്ങളിലും വകുപ്പ് ഇടപെട്ട് വരുന്നു. കൂടുതലും നമുക്ക് സ്ട്രെച്ചർ റെസ്ക്യൂ കോളുകളാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ഫയർ കോളുകൾ തീരെ കുറവാണ്. ആരെങ്കിലും കുഴഞ്ഞു വീണെന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അവരെ സ്ട്രെച്ചറിൽ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തു വരുന്നത്. കൂടാതെ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളും അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്തു വരുന്നു. സന്നിധാനത്തെ ആഴിക്ക് സമീപം ചൂട് കുറയ്ക്കുന്നതിനൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളിൽ സേനയുടെ പങ്ക് ഇങ്ങനെയാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി കൺട്രോൾ റൂമിലും ഫയർ പോയിന്റുകളിലും സ്ട്രക്ചറുകളും മറ്റു ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഓടിയെത്തുന്നവരാണ് സന്നിധാനത്തെ അഗ്നിരക്ഷാസേന. ഓരോ നിമിഷവും കണ്ണുമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് 85 പേരടങ്ങുന്ന സംഘം. ചാൾസ് അഗസ്റ്റിനൊപ്പം KC ഉണ്ണികൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.